ഒരു വൺ സൈഡഡ് ക്രിക്കറ്റ് കളിയിൽ സൗത്ത് ആഫ്രിക്ക കാനഡയെ തകർത്തുവിട്ടു. അവരുടെ വെടിക്കെട്ട് ബാറ്റിംഗും പിന്നെ മാരക ബൌളിംഗും ചേർന്ന് അവർക്കൊരു ഗംഭീര വിജയമാണ് നേടിക്കൊടുത്തത്. ക്ലാസ് ഇന്നിംഗ്സിലൂടെ എയ്ഡൻ മാർക്രമായിരുന്നു മുന്നിൽ നിന്ന് നയിച്ചത്. ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ പവർ ഹിറ്റിംഗും റയാൻ റിക്കൾട്ടന്റെ തുടക്കത്തിലെ മികച്ച പ്രകടനവും അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി. ബൌളിംഗിൽ ലുങ്കി എൻഗഡിയും മാർക്കോ ജാൻസണുമായിരുന്നു മുന്നിൽ. കാനഡയുടെ ബാറ്റിംഗ് നിരയെ അവർ തുടക്കത്തിൽ തന്നെ തകർത്തെറിഞ്ഞു. മധ്യ ഓവറുകളിൽ കേശവ മഹാരാജ് തന്റെ സ്പിൻ കെണിയൊരുക്കി നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. പ്രോട്ടിയാസ് ഉയർത്തിയ കൂറ്റൻ സ്കോർ ഹർഷ് താക്കർ ഒറ്റയ്ക്ക് പൊരുതി നോക്കിയെങ്കിലും കാനഡയ്ക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല. ഈ വിജയത്തോടെ സൗത്ത് ആഫ്രിക്ക പോയിന്റ് പട്ടികയിൽ ഒരുപാട് മുന്നോട്ട് വന്നു. തങ്ങളൊരു മുൻനിര ടീമാണെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചു. എന്നാൽ കാനഡയെ സംബന്ധിച്ച് കരുത്തരായ എതിരാളികൾക്കെതിരെ എങ്ങനെ മെച്ചപ്പെടാമെന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ് ഈ തോൽവി നൽകിയത്. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഒരു ന്യൂട്രൽ വേദിയിലായിരുന്നു മത്സരം നടന്നത്. കളി തുടങ്ങിയത് മുതൽ സൗത്ത് ആഫ്രിക്കയുടെ പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്റ്റാർ എന്തുകൊണ്ട് ഇത് പ്രധാനം? സ്റ്റാർ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഈ പല മാറ്റങ്ങളുണ്ടാക്കും. വലിയ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാനഡയ്ക്കാണെങ്കിൽ വിലപ്പെട്ട അനുഭവസമ്പത്താണ് ഈ കളി സമ്മാനിച്ചത്. ഔദ്യോഗിക സ്കോർ കാർഡുകൾ പ്രകാരം സൗത്ത് ആഫ്രിക്ക വലിയ മാർജിനിലാണ് ജയിച്ചത്. ഓരോ താരത്തിന്റെയും വ്യക്തിഗത പ്രകടനങ്ങളും അവരുടെ ഓൾറൗണ്ട് മികവ് അടിവരയിടുന്നു. മാർക്രം 80 റൺസെടുത്ത് ഇന്നിംഗ്സിന് അടിത്തറ പാകിയപ്പോൾ സ്റ്റെപ്സ് 65ഉം റിക്കൾട്ടൻ 45ഉം റൺസെടുത്തു. ബൌളിംഗിൽ എൻഗഡി 4 വിക്കറ്റും ജാൻസൺ 3 വിക്കറ്റും മഹാരാജ 2 വിക്കറ്റും വീഴ്ത്തി. കാനഡയ്ക്കായി ഹർഷ് താക്കർ 35 റൺസെടുത്ത് ടോപ്പ് സ്കോററായി. സ്റ്റാർ കളി നടന്ന രീതി: സ്റ്റാർ 8 ഓവറിൽ 50 റൺസ് പിന്നിട്ട സൗത്ത് ആഫ്രിക്ക പിന്നീട് മികച്ച കൂട്ടുകെട്ടുകളുണ്ടാക്കി 20 ഓവറിന് ശേഷം സ്കോർ വേഗത്തിലാക്കി. എന്നാൽ കാനഡയ്ക്ക് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി. പിന്നെ അവർക്ക് തിരിച്ചുവരാനേ കഴിഞ്ഞില്ല. സ്റ്റാർ പോയിന്റ് പട്ടിക: സ്റ്റാർ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഗ്രൂപ്പ് പോയിന്റ് പട്ടികയിൽ വളരെ എളുപ്പത്തിൽ മുന്നിലാണ്. ഈ പ്രകടനം വരാനിരിക്കുന്ന ICC ടൂർണമെന്റുകൾക്ക് പ്രോട്ടിയാസ് എത്രത്തോളം തയ്യാറാണെന്ന് കൃത്യമായി കാണിച്ചുതരുന്നു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ തുടക്കത്തിലെ കളിക്ക് തീപിടിപ്പിച്ചു. റയാൻ റിക്കൾട്ടണും എയ്ഡൻ മാർക്രവും ഓപ്പണിംഗ് ഇറങ്ങി 90 റൺസിന്റെ ഒരു കിടിലൻ കൂട്ടുകെട്ടുണ്ടാക്കി. കരുതലോടെയും എന്നാൽ ആക്രമിച്ചും അവർ മുന്നേറി. റിക്കൾട്ടൺ 55 പന്തിൽ 45 റൺസെടുത്ത് കിട്ടിയ മോശം പന്തുകളെല്ലാം ബൗണ്ടറിയിലേക്ക് പറത്തി. മാർക്രം പിന്നീട് ഗിയർ മാറ്റി അർദ്ധ സെഞ്ചുറി നേടിയ ശേഷമാണ് പുറത്തായത്. മധ്യനിരയിലെത്തിയ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു. 4 സിക്സറുകൾ സഹിതം 42 പന്തിൽ നിന്ന് 65 റൺസാണ് സ്റ്റെപ്സ് അടിച്ചെടുത്തത്. തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ശേഷം സ്റ്റെപ്സിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം ടീം ടോട്ടൽ 280 കടത്തി. പിന്നാലെ വന്ന വാലറ്റവും വേഗത്തിൽ റൺസ് കണ്ടെത്തി. മാർക്കോ യാൻസൺ 10 പന്തിൽ 20 റൺസെടുത്ത് മികച്ച പിന്തുണ നൽകി. ചേസിനായി ഇറങ്ങും മുൻപ് ബൌളർമാർക്ക് നല്ല വിശ്രമം ലഭിച്ചിരുന്നു. കാനഡ മികച്ച രീതിയിലാണ് തുടങ്ങിയതെങ്കിലും പവർപ്ലേയിൽ തന്നെ ലുങ്കി എൻഗഡി 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഇതോടെ കാനഡ 25 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലായി. എൻഗഡിയുടെ സ്വിംഗും വേഗതയും കനേഡിയൻ ഓപ്പണർമാരെ ശരിക്കും വലച്ചു. മത്സരത്തിൽ 32 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് എൻഗഡി വീഴ്ത്തിയത്. മാർക്കോ യാൻസണും മോശമാക്കിയില്ല. 28 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. യാൻസന്റെ ബൗൺസറുകൾ ബാറ്റ്സ്മാൻമാരെ കുഴപ്പത്തിലാക്കുകയും എഡ്ജുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു. പവർപ്ലേക്ക് ശേഷം കേശവ മഹാരാജ് സ്പിൻ മാന്ത്രികതയുമായി എത്തി. 35 റൺസ് വഴങ്ങി 2 വിക്കറ്റെടുത്ത് കനേഡിയൻ മധ്യനിരയെ അദ്ദേഹം കറക്കി വീഴ്ത്തി. ഹർഷ് താക്കർ മാത്രമാണ് കനേഡിയൻ നിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത്. 60 പന്തിൽ 35 റൺസെടുത്ത് ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. ഒടുവിൽ കാനഡ 70 റൺസകലെ വീണു. മത്സരത്തിലെ പ്രധാന നിമിഷങ്ങൾ ഇതൊക്കെയായിരുന്നു. 25-ാം ഓവറിൽ സ്റ്റെപ്സ് നടത്തിയ സിക്സർ വർഷവും 5-ാം ഓവറിൽ എൻഗഡിക്ക് ലഭിച്ച ഹാട്രിക്ക് അവസരവും. 3 റൺ ഔട്ടുകളടക്കം സൗത്ത് ആഫ്രിക്കൻ ഫീൽഡിംഗും ഇന്ന് തിളങ്ങി. നേർക്കുനേർ കണക്കുകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രകടമായി മേൽക്കൈയുണ്ട്. ഈ ജയത്തോടെ അവരുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. മുമ്പുള്ള മത്സരങ്ങളിലും സമാനമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരുന്നത്. പ്രോട്ടീസിന്റെ മികച്ച ടീം ഡെപ്തിനു മുന്നിൽ കാനഡയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. പുതിയ പോയിന്റ് പട്ടിക പ്രകാരം പൂൾ എയിൽ ദക്ഷിണാഫ്രിക്ക 1-ാം സ്ഥാനത്താണ്. കാനഡയാകട്ടെ പട്ടികയിൽ പിന്നിലേക്ക് പോവുകയാണ്. ഈ മത്സരഫലം ടൂർണമെന്റിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ദക്ഷിണാഫ്രിക്ക സെമിഫൈനൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. കാനഡയ്ക്ക് ഇനി റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോരാട്ടമാണ്. പ്രധാന താരങ്ങളിലേക്ക് വന്നാൽ എയ്ഡൻ മാർക്രം കാനഡയ്ക്കെതിരെ 55 ശരാശരിയിൽ റൺസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോകകപ്പിലെ ഒരു പ്രധാന താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു മികച്ച T20 സ്പെഷ്യലിസ്റ്റായി ഉയർന്നുവരികയാണ്. പരിക്ക് മാറി ലുങ്കി എൻഗഡിയുടെ തിരിച്ചുവരവ് ടീമിന് വളരെ കൃത്യസമയത്തായി. മാർക്കോ ജാൻസന്റെ ഓൾറൗണ്ട് മികവ് ടീമിന് വളരെ നിർണായകമാണ്. വിക്കറ്റ് വേട്ടക്കാരിൽ കേശവ മഹാരാജിനാണ് മുന്നിൽ. റയാൻ റിക്കൾട്ടൺ ഓപ്പണിംഗ് സ്ഥാനത്ത് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കാനഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹർഷ് താക്കറുടെ പക്വമായ കളി ഭാവിയിലെ ഒരു മികച്ച താരമാകാനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. രണ്ട് ടീമുകളുടെയും തന്ത്രങ്ങൾ നോക്കിയാൽ ദക്ഷിണാഫ്രിക്ക ആക്രമണവും പ്രതിരോധവും സന്തുലിതമായി കൊണ്ടുപോയപ്പോൾ കാനഡ പ്രതികളിച്ചു. മത്സരശേഷം ക്യാപ്റ്റന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദക്ഷിണാഫ്രിക്കയുടെ നായകൻ തങ്ങളുടെ കളിക്കാർ പദ്ധതികൾ നടപ്പാക്കിയതിനെ പ്രശംസിച്ചു. എന്നാൽ കാനഡയുടെ നായകൻ ഇത് ടീമിന് ഒരു വലിയ പാഠമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. വിശാലമായ ചിത്രം നോക്കുകയാണെങ്കിൽ ഇറ്റലി സ്കോട്ട്ലൻഡ് പോലുള്ള മത്സരങ്ങൾ ടൂർണമെന്റിലെ മത്സരം കൂടുതൽ കടുപ്പിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ബെഞ്ച് സ്ട്രെങ്തും നന്നായി ഉപയോഗിക്കപ്പെട്ടു. അത് അവർക്ക് ഗുണം ചെയ്തു. തീർച്ചയായും ഇതൊരു ജനപ്രിയ മലയാളം ന്യൂസ് യൂട്യൂബർ വിശദീകരിക്കുന്നത് പോലെയാണ് താഴെ നൽകിയിരിക്കുന്നത്. സ്കോർ കാർഡ് കണ്ടാൽ അറിയാം. കളിയിൽ സൗത്ത് ആഫ്രിക്കക്കായിരുന്നു വ്യക്തമായ മേൽക്കൈ. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 292 റൺസ് എടുത്തു. റിക്ലേട്ടൺ 55 പന്തിൽ 45 റൺസ്, മാർക്രം 92 പന്തിൽ 80 റൺസ്, സ്റ്റെപ്സ് 42 പന്തിൽ 65 റൺസ്, ജാൻസൺ 10 പന്തിൽ 20 റൺസ് പ്രധാന സ്കോറർമാർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാനഡ 47.3 ഓവറിൽ 222 റൺസിന് എല്ലാവരും പുറത്തായി. താക്കർ 60 പന്തിൽ 35 റൺസ് എടുത്തു. മറ്റുള്ള താരങ്ങളെല്ലാം 30 റൺസിന് താഴെയായിരുന്നു. ബൌളിംഗ് പ്രകടനം നോക്കിയാൽ
എൻഗിഡി 32 റൺസ് വഴങ്ങി 4 വിക്കറ്റ്, ജാൻസൺ 28 റൺസ് വഴങ്ങി 3 വിക്കറ്റ്, മഹാരാജ 35 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എന്നിങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ബൌളർമാർ തിളങ്ങി. എക്സ്ട്രാസ് ഇനത്തിൽ 18 റൺസ് ലഭിച്ചു. പ്രധാന സമയങ്ങളിലെ കളി നോക്കുമ്പോൾ പവർ പ്ലേയിൽ സൗത്ത് ആഫ്രിക്ക വിക്കറ്റ് നഷ്ടമില്ലാതെ 62 റൺസെടുത്തപ്പോൾ കാനഡ 3 വിക്കറ്റ് നഷ്ടത്തിൽ 42 റൺസ് മാത്രമാണ് നേടിയത്. മധ്യ ഓവറുകൾ കളിയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി. സൗത്ത് ആഫ്രിക്കയുടെ ഇക്കണോമി റേറ്റ് 4.4 ആയിരുന്നപ്പോൾ കാനഡയുടേത് 5.8 ആയിരുന്നു. ഫീൽഡിംഗിൽ 90% ക്യാച്ചുകളും അവർ കൈപ്പിടിയിലും. ഈ കണക്കുകളെല്ലാം ഐസിസിയുടെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഉറപ്പുവരുത്തിയതാണ്. ടൂർണമെന്റ് ഘടന നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം നോക്കൌട്ടുകളാണ്. ഇതിലേക്ക് സൗത്ത് ആഫ്രിക്ക മുന്നേറിക്കഴിഞ്ഞു. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. ചില കളിക്കാരുടെ നേട്ടങ്ങൾ കൂടി നോക്കാം. മാത്രം ഏകദിനത്തിൽ 2000 റൺസ് തികച്ചപ്പോൾ എൻഗിഡി 100 വിക്കറ്റുകളും സ്വന്തമാക്കി. ഈ ഡാറ്റ സൗത്ത് ആഫ്രിക്കയുടെ വളരെ മികച്ച പ്രകടനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഇനി വരുന്ന മത്സരങ്ങളിലേക്ക് നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഈ വിജയം അവരെ ഫൈനലുകളിലേക്ക് ഒരു തകർപ്പൻ കുതിപ്പോടെ എത്തിച്ചിരിക്കുകയാണ്. കാനഡ ആണെങ്കിൽ അവരുടെ ബാറ്റിംഗ് സ്ഥിരത മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയുള്ള മത്സരങ്ങൾ പോലും ആഗോള ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണ്. ഈ പരമ്പര തൂത്തുവാരാനാണ് പ്രോട്ടീസ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ടീമിന്റെ ഡെപ്താണ് മത്സരങ്ങൾ ജയിപ്പിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാർക്ക് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ ഇത് സഹായിക്കും. തെളിയിക്കപ്പെട്ട ഇത്തരം വിജയങ്ങൾ അവരുടെ പാരമ്പര്യം ഉറപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്ക കാനഡ പരമ്പര തുടരുകയാണ്. അടുത്തൊരു റീമാച്ച് ഉടൻ വരാനുണ്ട്. ഇതിന്റെ ഫലങ്ങൾ റാങ്കിങ്ങിലും മാറ്റങ്ങളുണ്ടാക്കും. പ്രോട്ടീസിന്റെ പോയിന്റുകൾ കുതിച്ചുയരും. കാനഡയുടെ ഈ പിടിച്ചുനിൽപ്പ് അവരുടെ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. ഉന്നത നിലവാരമുള്ള ക്രിക്കറ്റിൽ സ്ഥിരതയാണ് പ്രധാനം. അത് ദക്ഷിണാഫ്രിക്ക ഇവിടെ കാണിച്ചു തന്നു.